ഇന്ന് എൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ ഫൈനൽ പ്രസൻറ്റേഷൻ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഹറിബറിയിലും ടെൻഷനിലും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ടോറിയൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണത്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് സർപ്രൈസ് ആയിട്ടെന്ന്. അപ്പോൾ നമ്മുടെ സാക്കിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, അതും സർപ്രൈസ് ആയിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഓഫീസിലോട്ട് എത്തിച്ചു. പക്ഷേ സാക്കിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇന്നിങ്ങനെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീണ ചേച്ചി ആണെങ്കിൽ ചെന്നിട്ട് പറഞ്ഞു, നമ്മൾ മീറ്റിംഗ് രണ്ടെണ്ണം ക്യാൻസലായി, നടന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ വർക്ക് ആവുന്നില്ല, അപ്പോൾ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്, എല്ലാവരും മീറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാക്ക് ഭയങ്കര ടെൻഷനിലായി, കാരണം മീറ്റിംഗ് നടന്നില്ല, ഇതാണ് എന്താണ് ഇവരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് റൂമിൽ ചെയ്യുന്നത്, എന്തോ ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണെന്നാണ് ആൾ വിചാരിച്ചത്. പക്ഷേ കയറി വന്ന് കേക്കും കാര്യങ്ങളും ഞങ്ങളിങ്ങനെ ഫുൾ ജോഷിൽ നിൽക്കുന്നത് കണ്ടിട്ട് ആൾ ഭയങ്കരമായിട്ട് വണ്ടറടിച്ചു കേട്ടോ. അപ്പോൾ ആൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ ഞാൻ ഇതുപോലെ ഓരോ പണി തരുന്നു. ആൾ ശരിക്കും ടെൻഷൻ അടിച്ചാണ് വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കേക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടിരുന്ന വർത്തമാനമൊക്കെ പറഞ്ഞ് ആൾ കേക്ക് ക്യാൻഡിൽസൊക്കെ ഊരി, പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. നമുക്ക് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. മെയിൻ കോഴ്സായിട്ട് നമ്മൾ ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. അതും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ലൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് മൊത്തത്തിൽ പ്ലേസ്മെൻറ്റിൽ അവിടെ. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പിന്നെ പ്ലേസ്മെൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വേഗം പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ശരിയാക്കിയിട്ട് അന്ന് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോന്നു.